ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ഈ വർഷത്തെ അവസാനത്തെ പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രവും സർവാർത്ഥ സിദ്ധിയോഗവും പഞ്ചമി തിഥിയും എല്ലാം കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു ദിവസം. നിങ്ങൾ നാളെ വെക്കുന്ന ഏതൊരു പ്രാർത്ഥനയും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും. നാളെ അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കുന്നതിന് മുൻപ് പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് ഇപ്പോഴും നോക്കാം. പൂയം നക്ഷത്രത്തിൻ്റെ ആരംഭം 2025 ഡിസംബർ 8 തിങ്കളാഴ്ച അതികാലെ 4 മണിയോട് കൂടിയിട്ടാണ്. അവസാനിക്കുന്നത് ഡിസംബർ 9 ചൊവ്വാഴ്ച അതികാലെ 2:52 കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രത്തെ സംബന്ധിച്ചുള്ള എല്ലാ പൂജകളും വഴിപാടുകളും പ്രാർത്ഥനകളും നമ്മൾ ചെയ്യേണ്ടത് തിങ്കളാഴ്ചയാണ്. നമ്മൾ ചെയ്യുന്ന വഴിപാടുകളെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. വടക്ക് കിഴക്ക് ഭാഗത്ത് ദീപം കൊളുത്തുന്നത്, ശ്രീവസ്ത ലക്ഷ്മി പൂജ, ലക്ഷ്മി നാരായണ പൂജ, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നാളെ ബ്രഹ്മമുഹൂർത്തം മുതൽ നാളെ രാത്രി 11 മണി വരെ ഏതൊരു സമയത്താണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് സർവാർത്ഥ സിദ്ധി യോഗമാണ്. സർവാർത്ഥ സിദ്ധി യോഗത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യത്തിനും നമുക്ക് ഫലം കിട്ടും. പൂയം നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നേടിയെടുക്കാനുള്ള ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും കടാക്ഷം പൂർണ്ണമായും ലഭിക്കുന്നൊരു ദിവസമാണ്. അതിനോടൊപ്പം ഈ ഒരു സർവാർത്ഥ സിദ്ധി യോഗം കൂടി വരുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കാന്തം എങ്ങനെയാണോ അതിലോട്ട് കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നത് അതേപോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ ആകർഷിച്ചെടുക്കാൻ സാധിക്കും. സർവാർത്ഥ സിദ്ധി യോഗം ആരംഭിക്കുന്നത് നാളെ തിങ്കളാഴ്ച രാവിലെ 6:55 ശേഷം അത് അവസാനിക്കുന്നത് അന്ന് വെളുപ്പിന് 2:55 കൂടിയിട്ടാണ്. പകൽ മുഴുവൻ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് സർവാർത്ഥ സിദ്ധി യോഗവും കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെയധികം ഫലപ്രദമായി വിനിയോഗിക്കാം. അടുത്ത കാര്യം എന്ന് പറയുന്നത് പഞ്ചമി തിഥിയാണ്. വൃശ്ചിക മാസത്തിലെ കറുത്തപക്ഷ പഞ്ചമിയും നാളെ തന്നെയാണ്. പഞ്ചമി തിഥിയുടെ ആരംഭം എന്ന് പറയുന്നത് നാളെ തിങ്കളാഴ്ച വൈകിട്ട് 4:10 കൂടിയിട്ട് പഞ്ചമി തിഥി ആരംഭിച്ചിട്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2:30 കൂടി പഞ്ചമി തിഥി അവസാനിക്കും. അതുകൊണ്ട് തന്നെ പഞ്ചമി തിഥി എന്ന് പറയുമ്പം സന്ധ്യയ്ക്ക് ഇരുട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പൂജകളാണ്. അതുകൊണ്ട് നമുക്ക് നാളെ സന്ധ്യയ്ക്ക് ഒരു 6:30 ശേഷം പഞ്ചമി പൂജകളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. അതിന് സാധിക്കാത്തവർക്ക് ചൊവ്വാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് നാളെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ വടക്ക് കിഴക്കേ ഭാഗത്തെ ദീപം കൊളുത്തുന്നത്, മണി മാജിക് ഓയിൽ ഉണ്ടാക്കുന്നത്, ശ്രീവസ്ത ലക്ഷ്മി പൂജ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നാളെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇനി പറയുന്ന ഒരു മന്ത്രവും ഒപ്പം തന്നെ ഒരു റെമഡിയും ഇത് നിങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നാളെ ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 6:30 ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ വൈകിട്ട് 5:30 ഒരു 8 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവിയുടെയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അത് രണ്ടും ഒന്നിച്ചൊന്നിച്ച് വെച്ചിട്ട് അതിന് മുൻപിലിരുന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ആദ്യം തന്നെ ഒരു നെയ്ദീപം കൊളുത്തി വെക്കണം. ആ നെയ്ദീപത്തിൽ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇടണം. എന്നിട്ട് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ശുദ്ധമായ ജലത്തിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനും, അത് ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും ഭഗവാൻ മഹാവിഷ്ണുവിന് നെറ്റിയിലും തൊട്ട് കൊടുക്കുക. ശേഷം മഹാലക്ഷ്മിയുടെ നെറ്റിയിൽ തൊടുക. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദൈവം ഭഗവാൻ മഹാദേവനാണ് നിങ്ങളുടെ ഇഷ്ടദൈവമെങ്കിൽ ഒരിക്കലും ഭഗവാന് നിങ്ങൾ മഞ്ഞൾപ്പൊടി തൊടണ്ട, മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതിയാവും. അതല്ലാതെ ഏതാണോ നിങ്ങളുടെ ഇഷ്ടദൈവം, അതായത് ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിക്കും നമ്മൾ തൊടണം. അതല്ലാതെ നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ഇഷ്ടദൈവത്തിനും കൂടിയിട്ട് മഞ്ഞൾ കൊണ്ടൊരു പൊട്ട് തൊടുക.
അതിനുശേഷം ഭഗവാൻ മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും പ്രാർത്ഥനയോടുകൂടി ഓരോ തുളസി ഇലകൾ കൂടി സമർപ്പിക്കുക. തുളസി ഇല നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ കിട്ടുന്ന എന്തെങ്കിലും മഞ്ഞ കളറിലെ പുഷ്പങ്ങൾ, തുളസിയിലയില്ല, മഞ്ഞ കളറിലെ പുഷ്പങ്ങളില്ല എങ്കിൽ പൂക്കളൊന്നും സമർപ്പിക്കേണ്ട, മനസ്സിൽ സമർപ്പിക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതിയാവും. അതിനുശേഷം നിങ്ങൾ ചാലിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മഞ്ഞൾ പൊടിയിൽ മിച്ചം കാണുമല്ലോ, അത് നമ്മൾ നമ്മുടെ നെറ്റിയിലും പ്രാർത്ഥനയോടുകൂടി തൊടുക. എന്നിട്ട് നമ്മൾ ഒരു വൈറ്റ് കളറിലെ പേപ്പർ എടുക്കണം. വൈറ്റ് കളറിലെ പേപ്പർ എടുത്തിട്ട് മഞ്ഞ കളറിലെ സ്കെച്ച് പെന്നോ മാർക്കറോ ഗ്ലിറ്റർ പെന്നോ എന്താണോ കയ്യിലുള്ളത് അതെടുക്കാം. ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് റോസ് വാട്ടറിലോ ശുദ്ധമായ ജലത്തിലോ ചാലിച്ചിട്ട് നിങ്ങളുടെ വലത്തെ കയ്യിലെ മോതിര വിരൽ കൊണ്ടോ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി വേണം, നമ്മളിവിടെ നടന്നൂന്നോ നടക്കണം എന്നോ അല്ല എഴുതുന്നത്, വേണം, നമ്മൾ ആവശ്യപ്പെടുകയാണ്, എനിക്കിത് വേണം, ഒറ്റ ആഗ്രഹം മാത്രം നമ്മൾ എഴുതുക. എഴുതിയതിന് ശേഷം ഇട്ട് മഞ്ഞൾ കഷ്ണം കയ്യിലുണ്ടെങ്കിൽ മഞ്ഞൾ കഷ്ണം അതിനകത്ത് വെച്ചിട്ട് ആ പേപ്പർ നമ്മൾ ചുരുട്ടുക. മഞ്ഞൾ കഷ്ണം കിട്ടാനില്ലെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ആ പേപ്പറിനുള്ളിലിട്ടിട്ട് ആ പേപ്പർ 4 5 മടക്കുക. മടക്കിയിട്ട് അതിന് പുറത്തായിട്ട് മഞ്ഞൾ കൊണ്ട് തന്നെ, അതായത് നമ്മൾ ആദ്യം തന്നെ പൊട്ട് തൊടാൻ വേണ്ടി ഒരല്പം മഞ്ഞൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് മഞ്ഞൾ തൊട്ടിട്ട് 1176 ഇതൊരു ഏഞ്ചൽ നമ്പറാണ്. നമ്മുടെ ആഗ്രഹത്തെ വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. ശുഭയോഗമുള്ള ഈ ഒരു ദിവസം നമ്മളിത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 1176 കൂടിയിട്ട് എഴുതുന്നു. എഴുതിയിട്ട് നമ്മൾ ചെയ്യുന്നത് റെഡ് കളറിലെയോ യെല്ലോ കളറിലെയോ നൂലുകൊണ്ട് ഒരു 3 പ്രാവശ്യം ചുറ്റി നമ്മളത് സെക്യൂറാക്കി മഹാലക്ഷ്മിയുടെയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ഫോട്ടോയുടെ അടുത്ത് വെക്കുന്നു. ഇത് ഒരു മാസം, അടുത്ത മാസത്തിലെ പൂയം നക്ഷത്രം വരുന്നത് വരെ അവിടെ തന്നെ ഇരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ അതിന് സാമ്പ്രാണി, ധൂപം കാണിക്കുമല്ലോ നമ്മൾ, സാമ്പ്രാണി പുകയും കാണിക്കണം. അങ്ങനെ നമ്മളിത് കയ്യിൽ കെട്ടിയതിന് ശേഷം നമ്മളൊരു മന്ത്രം ചൊല്ലണം. അത് ചൊല്ലിയിട്ട് വേണം മഹാലക്ഷ്മിയുടെയും വിഷ്ണു ഭഗവാന്റെയും ഫോട്ടോയുടെ അടുത്ത് വെക്കാൻ. നിങ്ങൾ നിങ്ങളുടെ വലത്തെ കയ്യിൽ വെച്ചിട്ട് ഓം ശ്രീം ലക്ഷ്മി നാരായണായ നമഃ എന്നുള്ള മന്ത്രം ഒരു 27 പ്രാവശ്യം ജപിക്കുക. ജപിക്കുമ്പം നിങ്ങൾ എന്താണോ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ആ ഒരാഗ്രഹം നിങ്ങളിലോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കാണണം. ഇത്ര മാത്രമേ ചെയ്യേണ്ടുന്നുള്ളൂ. വളരെ പവർഫുള്ളായിട്ടുള്ള ഈ റെമഡി പീരിയഡ്സും പുലവാലായ്മ നോൺ വെജ് കഴിച്ചിട്ടൊന്നും ചെയ്യരുത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊഴിച്ച് ബാക്കി ഏതൊരു സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. എല്ലാവരും നാളെ ചെയ്യണം. പുതിയ വർഷം നമുക്ക് നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് പഞ്ചമി പരിഹാരമാണ്. പഞ്ചമി പരിഹാരം എല്ലാവരും 5 ദീപങ്ങൾ കൊളുത്തുന്നവരാണെങ്കിൽ 5 ദീപങ്ങൾ കൊളുത്താം. തേങ്ങാദീപം കൊളുത്തുന്നവരാണെങ്കിൽ തേങ്ങാദീപം കൊളുത്താം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ചിലപ്പം ഒരു നേർച്ച പോലെ 5 പഞ്ചമികളിൽ 5 ദീപങ്ങൾ ദേവിക്ക് കൊളുത്തിയേക്കാം. അങ്ങനെ അല്ലെങ്കിൽ 5 പഞ്ചമികളിൽ അമ്മയ്ക്ക് തേങ്ങാദീപം കൊളുത്തിയേക്കാം എന്നൊക്കെ ഉള്ളതുണ്ടാകും. ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്ത് തുടങ്ങാവുന്നതാണ്. 5 ദീപങ്ങൾ വാരാഹി അമ്മയ്ക്ക് മുൻപിൽ കൊളുത്തി വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം ദേവിയോട് പ്രാർത്ഥിക്കുക. തീർച്ചയായും 5 പഞ്ചമിക്കുള്ളിൽ അമ്മ ഇത് നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും. ചിലർക്ക് കുറച്ച് താമസം എടുത്തിരിക്കും. പക്ഷേ എന്നാൽ പോലും ആ പ്രാർത്ഥനകൾ ഒരിക്കലും പാഴായി പോവില്ല. നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ദേവിക്ക് മുൻപിൽ സാധാരണയായിട്ട് ഇപ്പോൾ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അതൊക്കെ തുടച്ച് പൊട്ടൊക്കെ വെച്ച് നല്ല റെഡ് കളറിലെ പൂക്കളൊക്കെ ദേവിക്ക് സമർപ്പിക്കണം. സമർപ്പിച്ചതിന് ശേഷം ദേവിക്ക് മുൻപിൽ 5 ദീപങ്ങൾ, ഒന്നെങ്കിൽ 5 ദീപങ്ങളായിട്ട് കൊളുത്താം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാദീപമാണ് കൊളുത്തുന്നതെങ്കിൽ അത് കൊളുത്താം. ഇനി ഇത് രണ്ടും കൊളുത്താൻ താല്പര്യമില്ലെങ്കിൽ ഒരു നെയ്ദീപമെങ്കിലും ദേവിക്ക് മുൻപിൽ കൊളുത്തി വെക്കുക. കൊളുത്തി വെച്ചതിന് ശേഷം 5 പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലണം. പക്ഷേ ചൊല്ലുമ്പം ചുമന്ന കളറിലെ മാതള നാരങ്ങയോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കുങ്കുമമോ സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലാൻ. അതായത് മാതള നാരങ്ങ എന്ന് പറയുമ്പം 5 എണ്ണത്തിൽ എടുക്കണം എന്നൊന്നുമില്ല.
ആകെ 5 പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ മാതളനാരങ്ങ എടുത്ത് ആ അല്ലികൾ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലാം. ഇനി മാതളനാരങ്ങ കിട്ടാനില്ലെങ്കിൽ കുങ്കുമം സമർപ്പിച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ്. അതിനുശേഷം ആ കുങ്കുമം നിങ്ങൾക്ക് നെറ്റിയിൽ തൊടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതൊരു പ്രൊട്ടക്ഷനായിട്ട് നമ്മളോടൊപ്പം നിലനിൽക്കും. ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ്: ക്ലീം വാരാഹമുഖി ഹ്രീം സിദ്ധി സ്വരൂപിണി ശ്രീം ധനവശങ്കരി ധനം വർഷയ സ്വാഹ. ഈ ഒരു മന്ത്രം 5 പ്രാവശ്യം ചൊല്ലുക. കുങ്കുമാണെങ്കിൽ കുറേശ്ശെ സമർപ്പിച്ചാൽ മതി. മാതളനാരങ്ങയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ സമർപ്പിക്കുക. ശേഷം ധൂപദീപ ആരതി എടുക്കുന്നു. നിവേദ്യമായിട്ട് പാനകം അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ശേഷം കർപ്പൂര ആരതിയും കൂടി എടുത്ത് അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മൾ അർച്ചന ചെയ്ത മാതളനാരങ്ങ നമുക്ക് തന്നെ കഴിക്കാവുന്നതാണ്. അത് വെറുതെ കളയരുത്. ഇത് ആര് ചെയ്താലും തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരു നല്ല മാറ്റം, ധനപരമായിട്ട് നല്ല ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. മാതളനാരങ്ങ കൊണ്ട് ചെയ്യുന്നതിന് വളരെയധികം പവറുണ്ട്. അതുകൊണ്ട് മാതളനാരങ്ങ കിട്ടുമെങ്കിൽ ഒരു ചെറിയ പീസ് മതിയല്ലോ നമുക്ക്. കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. സോ ഈ ഒരു പൂജ നാളത്തെ ദിവസം പൂയം നക്ഷത്രമാണെങ്കിലും പഞ്ചമി വഴിപാടാണെങ്കിലും സർവാർത്ഥ സിദ്ധി യോഗത്തോടു കൂടി ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഫലം കിട്ടും. എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.